ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മരണ നീഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. കരളലിഞ്ഞൻ കൈകൾ പിടിച്ച് കരുതി നടത്തും അന്ത്യം വരെ. കരളലിഞ്ഞൻ കൈകൾ പിടിച്ച് കരുതി നടത്തും അന്ത്യം വരെ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി നമ്മൾ 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തോ ഒരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു മനോഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരു പൗലോസിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ സന്തോഷിക്കുന്ന പൗലോസ് ആ സന്തോഷത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നവർക്കാണ് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്. നാം കൊലോസ്യരുടെ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പൗലോസ് കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പോൾ സ്തോത്രം ചെയ്യുന്നത് സന്തോഷത്തിന്റെ ഒരു ഫലമാണ്. ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കും. യഹോവയിങ്കലെ സന്തോഷമാണ് ദൈവജനത്തിന്റെ ബലം. പൗലോസ് ഫിലിപ്പി വിശ്വാസികളോട് പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാനും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാനും കഴിയുന്നുണ്ടോ? 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്, സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. അപ്പൊ ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകുന്നു. ഇവിടെ സന്തോഷിക്കുവാനും സ്തോത്രം ചെയ്യാനുള്ള ഒരു കാരണം പൗലോസ് പറയാണ്, നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുമ്പോഴാണ് ദൈവ സന്നിധിയുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയും. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് പിതാവിന്റെ ആ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ച് ആത്മാവിൽ അവിടെ സന്തോഷിക്കുന്നവനായിരുന്നു. അപ്പോസ്തലനായ പൗലോസും ഫിലാസും ഒക്കെ ഫിലിപ്പിയിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവർ സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിച്ചു. കാരണം എന്താണ്? ആ സന്തോഷം അത് സാഹചര്യങ്ങൾക്കുള്ള അനുസരിച്ചല്ല, കർത്താവ് നൽകുന്ന സന്തോഷമാണ്, കർത്താവിലുള്ള സന്തോഷമാണ്. റോമിലെ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ പൗലോസ് ആ കാര്യം ഫിലിപ്പിനോട് പറയുന്നുണ്ട്, ഞാൻ സന്തോഷിക്കുന്നു എന്ന്. ഏത് സാഹചര്യമാണെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവപൈതലിന് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയും. ഇവിടെ സന്തോഷിക്കാനുള്ള കാരണം പറയാണ്, ഞങ്ങൾ നിങ്ങളെ ചൊല്ലി സന്തോഷിക്കുന്ന സകല സന്തോഷത്തിൽ. ഇവിടെ തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് സന്തോഷിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും കർത്താവായ യേശുക്രിസ്തു പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ്
തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശ്വാസം, അവരുടെ സ്നേഹം, അവരുടെ ആ പ്രത്യാശയുടെ സ്ഥിരത, ഇതൊക്കെ കാണുമ്പോൾ പൗലോസിന് സന്തോഷം ഉണ്ടാകുന്നു. പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വിശ്വാസികൾ പൗലോസ് പ്രസംഗിച്ച ദൈവവചനം മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവചനം ദൈവത്തിന്റെ വചനമായിട്ട് ഉൾക്കൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ പൗലോസിന് സന്തോഷം ഉണ്ടാകുന്നു. പൗലോസ് ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഇത് 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആരാകുന്നു നിങ്ങളല്ലയോ. കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ മുമ്പാകെ ഈ വിശ്വാസികളെ കാണുമ്പോൾ പൗലോസ് പറയാണ്, ഞങ്ങൾക്കുണ്ടാകുന്ന എന്താണ്? ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവിൽ സന്തോഷിക്കുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ തന്റെ ശുശ്രൂഷ മൂലം മുന്നോട്ട് വന്നതായി ദൈവമക്കളെ കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരു പൗലോസ്, സന്തോഷിക്കാൻ പോകുന്ന ഒരു പൗലോസ്. ഇവിടെ സന്തോഷിക്കാനുള്ള കാരണം ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സുവിശേഷം സ്വീകരിച്ച മുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ ദൈവമക്കൾ, തെസ്സലോനിക്ക വിശ്വാസികൾ, അവർ കർത്താവിൽ നിലനിൽക്കുന്നു. അവർ കർത്താവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെയും കഷ്ടതകളെ അതിജീവിച്ച് മുന്നേറുന്നു. ഇത് തീമോത്തിയോസിൽ നിന്ന് കേട്ടപ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. ആ വിശ്വാസത്തിന്റെ ആ തീക്ഷ്ണത, ആ വിശ്വാസത്തിലുള്ള അവരുടെ നിലനിൽപ്പ് ഇതോർത്തപ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നതായി ഇവിടെ കാണുന്നു. യോഹന്നാനും ഈ നിലയിൽ പറയുന്നത് നമ്മൾ യോഹന്നാന്റെ 3-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 3-ാം ലേഖനം അതിൻ്റെ 4-ാമത്തെ വാക്യം, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ മൂലം വിശ്വാസത്തിലേക്ക് വന്നവർ, യോഹന്നാന്റെ ശുശ്രൂഷ മൂലം ആത്മീയ ജീവിതം അപൂർത്തിപ്പെട്ടവർ, അവർ ആ വചനപ്രകാരം നടക്കുന്നു, ആ വചനത്തിൽ അവർ നിലനിൽക്കുന്നു, വചനം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു, വചനം അവരുടെ ജീവിതത്തെ കർത്താവിന്റെ സ്വഭാവത്തിൽ രൂപപ്പെടുത്തുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയ ദൈവമക്കളുടെ, നമ്മുടെ സന്തോഷം എന്താ? ഈ ലോകത്തിൽ കാണുന്ന താൽക്കാലികവും ഭൗതികമായ നന്മകളാണോ നമ്മുടെ സന്തോഷം? അതോ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർ വിശ്വാസം നിലനിൽക്കുന്നു, അവർ ആത്മീയ ജീവൻ നയിക്കുന്നു, അവർ ദൈവത്തിന്റെ പ്രകാരം തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് മറ്റുള്ളവർ കേൾക്കുവാൻ, നമ്മളെക്കുറിച്ചുള്ള നല്ല സാക്ഷ്യം മറ്റുള്ളവർ കേൾക്കുവാൻ കഴിയത്തക്കവണ്ണം നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ? അങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുവാൻ കഴിയുന്നുണ്ടോ? അതോ ഈ താൽക്കാലികവും ഭൗതികവുമായി നശിച്ചു പോകുന്ന വസ്തുക്കളിലും അത് നൽകിയതോർത്താണോ നമുക്ക് ദൈവത്തോട് സന്തോഷമുള്ളത്? അതൊക്കെ താൽക്കാലികവും നശ്വരവുമാണ്. നിലനിൽക്കുന്നത് സ്വർഗീയവും ആത്മീയവും ആയ കാര്യങ്ങളാണ്. ആ ദൈവവചന പ്രകാരമുള്ള ജീവിതം അവ നയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, അതിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ്. വചനപ്രകാരം വിശ്വാസികൾ നിലനിൽക്കുന്ന കാണുമ്പോൾ, വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്നത് കാണുമ്പോൾ, സത്യത്തിൽ നടക്കുന്നത് കാണുമ്പോൾ, പൗലോസ് അത് പറയുന്നുണ്ടല്ലോ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്യം നമ്മൾ ഇങ്ങനെ അവിടെ വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം പൗലോസ് ആ കാര്യം പറയുകയാണ്. 3:16 അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സാലവും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്തും മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിപ്പീൻ. ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ദൈവനാമത്വത്തിനായിട്ട് ചെയ്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു ജീവൻ നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.